അപ്പു എന്ന് പറയുന്നത് മലയാളികൾക്കെല്ലാവരും അപ്പുവിനെ ഒരു സ്ഥലത്തും പിടിക്കാൻ കിട്ടില്ല. അപ്പു സിനിമ കഴിഞ്ഞു. ഞാൻ ധ്യാൻ്റെ അടുത്ത് പിന്നെ സിനിമ കഴിഞ്ഞ് അന്ന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് പോയാണ്, പിന്നെ തിരിച്ചു വന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ്, എൻ്റെ ഇൻ്റർവ്യൂവിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇവരെല്ലാവരും എടുത്തപ്പോൾ അപ്പുവിനെ കൊണ്ടുവരാൻ പറ്റുമോ, അപ്പുവിനെ കൊണ്ടുവരാൻ പറ്റുമോ. പക്ഷേ ഞാൻ എപ്പോഴും അപ്പുവിനെ കൊണ്ടുവരാൻ നടക്കില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അപ്പുവിൻ്റെ ഒരു യാത്ര എങ്ങനെയാണ് ചേച്ചി കാണുന്നത്? അപ്പു അന്ന് ചെറുപ്പത്തിലിരുന്ന് ഇങ്ങനെയായിരുന്നു. അവൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ട്ഡോർ പേഴ്സണാണ്. ട്രെക്കിങ്ങും എനിക്ക് തോന്നുന്നു മോർ ബിക്കോസ് അവിടെ അവൻ പഠിച്ചത് വന്നിട്ട് ഊട്ടിയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ ഒരു പിള്ളേരുടെ കൾച്ചർ ഇങ്ങനെ ട്രെക്കിംഗ് പോവുക, ഹൈക്കിങ്, അങ്ങനെയൊക്കെ ചെറുപ്പത്തിലിരുന്നേ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം അവൻ അവർക്കൊന്ന് ഈ O levels A ലെവൽസിലെ. അപ്പോൾ 13th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഉടനെ അവനും അവൻ്റെ ഫ്രണ്ടും എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, അമ്മ ഞാൻ എന്നിട്ട് ഹിമാലയാസ് ഫുട്ഹിൽസിലോട്ട് ട്രെക്കിംഗ് പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡൽഹിയിൽ, ഇങ്ങനെ കുറേ ഈ എന്താ പറയുക ഇങ്ങനത്തെ ഒരു അഡ്വെഞ്ചർ ടൂേഴ്സൊക്കെ ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പുത്ത് എന്നെ വന്ന് കാണാൻ പറയാം, നമ്മളുടെ കൂടെ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കാം ഇങ്ങനെ ആൻറ്റി ഉണ്ട് അവിടെ ഡൽഹിയിൽ നിപ്പോൾ. അപ്പോൾ അവിടെ പോയി അവരെ കണ്ടു, അവർക്കിരുന്ന് എന്തോ ബുക്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവരും പറഞ്ഞു യു കം വിത്ത് അസ് എന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു, നോ ആൻറ്റി നമ്മൾ ഒറ്റയ്ക്ക് പോവും. അപ്പോൾ അന്നേ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതാ. അവർ രണ്ടുപേരും പോയി ഹിമാലയാസ് ആ ഫുട്ഹിൽസിലൊക്കെ പോയി. പിന്നെ അങ്ങനെ ഫുൾ ബസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ എന്താ പറയുക ബസ്സിലിങ്ങനെ ഉണ്ടായി. ജീപ്പിൽ ഒരു 10-15 പേര് ഒരു ജീപ്പിലിങ്ങനെ ഈ ഭയങ്കര വൈൻഡിങ് റോഡ്സും നാരോ റോഡ്സൊക്കെയാണ്. തിരിച്ച് വന്ന് പറഞ്ഞോണ്ട് സാരില്ല, എന്താ വെച്ചാൽ പോണ മുമ്പ് പറഞ്ഞാൽ നമ്മളിവിടെ ഭയങ്കര ടെൻഷൻ അടിക്കും. തിരിച്ച് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേ തുടങ്ങിയത് അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴും ഇറ്റ് കണ്ടിന്യൂസ്. ഇപ്പോഴും എനിക്കും പിടികിട്ടില്ല അതിനെപ്പോൾ വീട്ടിലുണ്ടാവും എന്ന്. എനിക്കും വന്ന് ഇപ്പം ഊട്ടിയിലിരുന്ന് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. 12 മണിയോ 1 മണി എന്തോ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വരുമ്പോൾ വിളിച്ചു പറയാം, അപ്പോൾ ചേച്ചി ഇവിടെ ആയിരുന്നല്ലോ, വിളിച്ചു പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഊട്ടിയിൽ എനിക്കറിയാം, ബിക്കോസ് നമ്മുടെ വീട്ടിലാണ് താമസിച്ചത്. ഊട്ടിയിലെ വീട്ടിൽ ഈ അപ്പുവിൻ്റെ ഒരു യാത്രയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എപ്പോഴും എവിടെയെങ്കിലും ഒരു ഫോട്ടോ അപ്പു ഇട്ടാലിട്ടു, അല്ല അപ്പു ഇടുന്നതല്ല, ആരെങ്കിലും എവിടെയും വെച്ച് കണ്ടൊരു ഫോട്ടോ അപ്പുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. അപ്പു സിനിമയുടെ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കണം. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു, അപ്പു പറയാറുണ്ടോ? ആക്ച്വലി അവൻ അവൻ വന്നിട്ട് ആദ്യമൊക്കെ ചെയ്യാൻ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഡോണ്ട് യു ട്രൈ. എന്താ വെച്ചാൽ അവൻ വന്നിട്ട് ഫിലോസഫിയാണ് പഠിച്ചത്. ഓസ്ട്രേലിയ പോയി ഫിലോസഫി പഠിച്ചിട്ട് വന്നു. ഒന്നെങ്കിൽ യു ഹാവ് ടു ഡു, ഇപ്പോൾ BA ആണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് ഫെർദർ പഠിച്ചിട്ട് ഒരു ടീച്ചർ അങ്ങനെ നീ ആവാണെങ്കിൽ ഓക്കെ. ഇത് അതും ചെയ്യുന്നില്ല, ഫിലോസഫി പഠിച്ചിട്ട് വന്ന്. അപ്പോൾ വാട്ട് പ്രൊഫഷൻ വിൽ യു ടേക്ക്? അപ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പ്രൊഫഷണൽ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഫാമിലി ആണെങ്കിൽ ഇറ്റ്സ് നാച്ചുറൽ. അവർ വന്നിട്ട് പറയും, ഐ മീൻ എല്ലാ ഫാമിലിയിലും ആവണമെന്നില്ല, പക്ഷെ ഞാൻ കണ്ട കുറേ ഫാമിലി ഇപ്പോൾ ഡോക്ടേഴ്സ് പേരൻസ് ആണെങ്കിൽ പിള്ളേരും ഏതെങ്കിലും ഒരു കുട്ടി ആ പ്രൊഫഷൻ ഫോളോ ചെയ്യും. അങ്ങനെ എൻജിനീയേഴ്സിൻ്റെ അങ്ങനെ ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ വളർന്നത് ഒരു ഫിലിം ഫാമിലിയിൽ. എൻ്റെ ഫാദർ പ്രൊഡ്യൂസറായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചത്, എൻ്റെ ബ്രദറും ഫിലിം ഇൻഡസ്ട്രി. അപ്പം നമുക്ക് അതാണ് നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, അതാണ്. അപ്പോൾ ഐ കാൻ സേ നീ വന്നിട്ട് ഡോക്ടറാവ്, നീ മറ്റേതാവ്. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു കുട്ടി എങ്ങനെ ഡോക്ടർ ആവണം എന്ന്. പക്ഷെ രണ്ടുപേരും ആ ഒരു ഇതിൽ ഇൻക്ലൈൻഡ് അല്ലായിരുന്നു. അപ്പോൾ വി കാൺ ഫോഴ്സ് ദംല്ലേ. അപ്പോൾ ഇതിലും നമ്മൾ ഫോഴ്സ് ചെയ്തില്ല, സിനിമ ചെയ്തേ പറ്റൂന്നൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. വി ക്യാൻ ഗൈഡ് ദം. അപ്പോൾ നമുക്കറിയുന്ന ഒരു ഗൈഡൻസ് ഇതാണ്, ഈ ഇൻഡസ്ട്രി ഈസ് വാട്ട് ഈസ് ഗിവിങ് അസ് ആ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ഇതിലോട്ട് വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹി ഡിഡ് ആദി. അത് കഴിഞ്ഞിട്ട് 2-3 സിനിമ. ഇപ്പോൾ എല്ലാ സിനിമയും നന്നായി പോകണം എന്നൊന്നും. തീർച്ചയായിട്ടും. അപ്പോൾ ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ ഇപ്പോൾ എല്ലാവരും വന്ന് ചേട്ടൻ്റെ കൂടെ കമ്പയർ ചെയ്യും, വിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇസ് ഫെയർ അല്ലേ. ഇപ്പോൾ ചേട്ടനും ഫസ്റ്റ് പടത്തിൽ വന്നിട്ട് ഓഫ് കോഴ്സ് ചേട്ടൻ വാസ് ഒരു വില്ലനായിട്ടാണ് ചെയ്തത്, ബട്ട് ഹി വാസ് വെരി കൺവിൻസിങ്. ഞാൻ ഉൾപ്പെടെ ആർക്കും ഇഷ്ടമില്ല, വി ഹേറ്റഡ് ഹിം ബിക്കോസ് അത്രയും നന്നായി ചെയ്തു. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. കുട്ടികൾ വന്നിട്ട് നടക്കാൻ പഠിക്കണതൊന്നും വീണിട്ടാണ്. സോ അത്രയേ ഉള്ളൂ. അതിനുശേഷമാണ് ഹൃദയം സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത്.
ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ ഹൃദയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്യാപ്പെടുത്ത് ഈ ഒരു കൂട്ടുകെട്ടോ വിനീതുമായിട്ട് വിശാഖുമായിട്ട് ആ ഒരു കൂട്ടുകെട്ട് എപ്പോഴും സേഫാണ് എന്ന് തോന്നിയിട്ടില്ലേ? ആണ്. പിന്നെ കംഫർട്ട് ലെവലുണ്ട്. ബിക്കോസ് ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അതെ, അതെ. ഈ കരിയർ. അപ്പോൾ ഇപ്പോൾ വിശാഖൊക്കെ ഞാൻ വന്നിട്ട് കല്യാണം കഴിച്ചത് പറഞ്ഞാൽ ഞാൻ ചേട്ടനെ ആദ്യം കാണുന്നത് വിശാഖിൻ്റെ പേരൻസിൻ്റെ കല്യാണത്തിലാണ്. അപ്പോൾ എനിക്ക് വിശാഖൊക്കെ ജനിക്കുമ്പോൾ ഇരുന്ന് എനിക്കറിയാം. ആൻഡ് വിശാഖ് വന്നു വിനീതായിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പൂനും ഇഷ്ടമായി. പിന്നെ അപ്പോൾ ഇരുന്ന് വിനീത് അല്ലെങ്കിൽ വിനീതിനൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. വിമല ചേച്ചിയായിട്ടൊക്കെ സംസാരിക്കും. വിനീതൊക്കെ അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അപ്പം അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പൂവും മായും രണ്ടുപേരും ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് തിരിച്ചു വരുമ്പം അമ്മു പ്രിയൻ്റെ ലിസിൻ്റെ പിള്ളേരായിട്ട് ഭയങ്കര നമ്മളൊക്കെ ഒരു ഫാമിലി പോലെ. പക്ഷെ ഇവരിനെ അങ്ങനെ കാണാനൊന്നും വി നെവർ യൂസ് ടു മീറ്റ്. അപ്പോൾ വിനീതിനൊക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് മീറ്റ് ചെയ്യണം അപ്പു. പക്ഷെ വിനീത് സച്ച് എ വാം പേഴ്സൺ. അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് പറഞ്ഞാൽ രണ്ടുപേരും ക്വയറ്റാണ്. അപ്പും ക്വയറ്റാണ്, വിനീതും ക്വയറ്റാണ്. പക്ഷെ പിന്നെ അടുത്തപ്പം പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. പിള്ളേർ വരും വീട്ടിൽ, വിനീതിൻ്റെ വൈഫ് പിള്ളേരൊക്കെ വീട്ടിൽ വരും. സോ ഇറ്റ്സ് ഇപ്പം ഭയങ്കര കംഫർട്ട് സോൺ, ഭയങ്കര ഒരു നല്ലൊരു സ്പേസിലാണ്. ധ്യാനം കാണുന്നത് ഈ തവണയാണ് ഈ ഷൂട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ വിനീതിനൊരു സംശയം, അപ്പുവും ധ്യാനും എങ്ങനെയാകും? ഒറ്റ വരവിൽ തന്നെ സിങ്കായി എന്നാണ് പറയുന്നത്. അത് വലിയൊരു സിങ്കിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ധ്യാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ സിങ്കാവുമെന്ന് എനിക്കൊരു ആലോചന ഉണ്ട്, പക്ഷെ ഞങ്ങൾ സിങ്കായ പോലെ വേറെ ആരും സിങ്കായിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നല്ലോ, ഈ സിനിമയുടെ കഥ ചേച്ചിയും കേട്ടിരുന്നു, അപ്പവും കേട്ടിരുന്നു. അപ്പോൾ എന്നോട് വിനീത് പറഞ്ഞത്, കഥ പറഞ്ഞ ഉടൻ തന്നെ അപ്പു പറഞ്ഞു എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. എനിക്ക് കഥ മൊത്തം കണ്ടു, ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പം പല സ്ഥലങ്ങളും ലാലേട്ടനെ എനിക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ്, ഗസൽ പോലെ പാടുമ്പോൾ ആ കാലിലെ വിരലിട്ടാനൊക്കെ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട്. അത് ഞാൻ പറഞ്ഞ കറക്റ്റാണോ ചേച്ചി? ആണ്. മോർ ബിക്കോസ് നമ്മൾ എപ്പോഴും പറയും അപ്പുവിൻ്റെ കാൽ വിരലൊക്കെ ടോസൊക്കെ ചേട്ടൻ്റെ പോലെയാണ് അവൻ്റെ കാലിൽ. നമ്മളെപ്പോഴും വീട്ടിൽ പറയും. അതുപോലെ രണ്ടുപേരും ഐലാഷസ് വന്ന് ചേട്ടൻ്റെ പോലെയാണ്. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പം ആൻഡ് ഈ മൂന്നെന്ന് പറഞ്ഞാൽ പിള്ളേരും ചേട്ടനും 3 പേരും ഭയങ്കര മ്യൂസിക്കിലോട്ട് ഭയങ്കര ഒരു റിതമും അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഈ കാല് വെച്ച് താളം പിടിക്കുന്ന എല്ലാം അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. ഇന്നലെ ഞാൻ ആ സിനിമയിൽ ഏറ്റവും നോട്ട് ചെയ്ത സാധനം അതാണ്. മറ്റൊക്കെ മുഖവും ഭാഗവും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, പക്ഷേ ഈ വിരൽ അങ്ങനെ നോട്ട് ചെയ്യുന്നവർ ഉണ്ടാകില്ല. ഞാൻ ലാലേട്ടനെ കാണുന്നുള്ളതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംഭവമാണ്.